നമസ്തേ. അരയിൽ സ്ഫോടക വസ്തു വെച്ചുകെട്ടി പൊട്ടിത്തെറിക്കുന്നവന്മാർ മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചാവേറുകൾ. രാഷ്ട്രീയത്തിലുമുണ്ട് അവർക്ക് ചാവേറുകൾ. കോൺഗ്രസിലാണ് ഇത്തരക്കാർ ഏറ്റവും കൂടുതൽ. 2021 നിയമത്ത് ജയിക്കും എന്ന് പ്രതീക്ഷിച്ചതല്ല, മറിച്ച് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കെ മുരളീധരൻ പാണക്കാട് തിട്ടൂരം കിട്ടിയ ഉടനെ നേമത്ത് മത്സരിക്കാൻ വന്നത്. അതുപോലെ ഒരുത്തനാണ് കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ജിൻഡോ ജോൺ. കുനിഞ്ഞു കിടന്നാണ് ഗാസയ്ക്ക് വേണ്ടി മെഴുകുന്നതും വഖഫ് നിയമത്തെയൊക്കെ ന്യായീകരിക്കുന്നതും. ഇസ്ലാമിക വിഷയത്തിൽ ന്യായീകരിച്ച് മറ്റുള്ളവരെ മാർക്സിസ്റ്റ് വെറുപ്പിക്കുന്ന ഇവർക്ക് ഭാവിയിൽ മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ സ്വന്തം രാഷ്ട്രീയ കരിയർ തന്നെ നശിപ്പിച്ചുകൊണ്ട് താൽക്കാലിക ലാഭത്തിനായി സുഡാപ്പികളുടെ പിന്നാലെ കൂടുന്നതുകൊണ്ടാണ് ഇവന്മാരെയൊക്കെ ചാവേറുകൾ എന്ന് വിളിക്കേണ്ടി വരുന്നത്. സന്ദീപ് വാര്യരാണ് മറ്റൊരുത്തൻ. ഇക്കൂട്ടത്തിലെ ഏറ്റവും പുതിയവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ് കൂടെ പുറത്തു വന്നതോടെ ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത ഒരു ക്രിമിനൽ സൈക്കോപാത്താണ് ടിയാൻ എന്ന് ഏതാണ്ട് എല്ലാ പേർക്കും മനസ്സിലായിട്ടുണ്ട്. പിണറായിയെയും CPM-നെയും നേരിട്ട് വിമർശിക്കാൻ പാങ്ങില്ലാത്ത ലീഗുകാർ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഇവന്റെ ഗതി മറ്റൊന്നുമാകില്ല. ഉളുപ്പില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് എങ്കിൽ അത്രയ്ക്ക് ശക്തമായ കരങ്ങൾ പിന്നിലുണ്ട് എന്ന് ഉറപ്പാണ്. ഇങ്ങനെ ചാവേറുകൾ പൊട്ടിത്തീരുമ്പോൾ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന പോലെ ലാഭമുണ്ടാക്കാൻ മറ്റൊരുത്തനെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഷാഫി പറമ്പിൽ. CPM-കാരുടെ ഇടയിൽ പോലും ഡീസന്റ് ഇമേജ് ആണ്. സത്യത്തിൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല എന്ന് സ്വാഭാവികമായും സംശയിക്കാം. നാളെ ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ലീഗ് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടാൻ പോകുന്ന മുഖം ഷാഫി പറമ്പിന്റേതായിരിക്കും എന്നത് സ്വാഭാവികം.